പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാബേജ് രണ്ട് കളറിലുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വൈറ്റ് കളറിലുള്ളതും പിന്നൊന്ന് വയലറ്റ് കളറിലുള്ളതും. ഞാനിന്ന് വയലറ്റ് കളറിലുള്ള കാബേജ് കൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഞാനൊരു ചെറിയ കാബേജാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ 2-3 ഇതളെടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കനം കുറച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചിയും 3 പച്ചമുളകും കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. സവാളയൊക്കെ കുറച്ചധികം ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം. പക്ഷേ ഇതുപോലുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നാൽ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് മൂത്ത് വന്നാൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച കാബേജ് ഇട്ട് കൊടുത്തിട്ട് തോരനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇതിൽ വേറെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിന് കളറൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത്. അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇതിൻ്റെ കളറും മാറും, വെന്തിട്ട് കുഴഞ്ഞു പോവുകയും ചെയ്യും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ കാബേജ് തോരൻ നല്ല പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊട്ടും കുഴഞ്ഞിട്ടുമില്ല, കളറൊന്നും മാറിയിട്ടുമില്ല. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.